ഏതു ആ ഒന്ന് വാവുക. വരുന്നടേ. മണിയെത്താന്നറിയോ? ഒച്ച വെക്കാതിരി. അവന്റെ ഊരിക്കു പെണ്ണുങ്ങളെ കഷ്ടം. ഒന്ന് മൂപ്പിച്ചേ. ആ പോരട്ടെ 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 അങ്ങനെ പോരട്ടെ. ആ നല്ല ശകുനം. വർമ്മജി ഇന്നലെ രാത്രി വന്നില്ലല്ലേ? എങ്ങനെ വരാനാ? റീ റെക്കോർഡിംഗ് ആയിരുന്നു. അവിൽപ്പൊതി എന്ന ചിത്രത്തിന്റെ അവിൽപ്പൊതി. അവിൽപ്പൊതി. ആ ചിത്രത്തിന്റെ 4 റീല് ബാക്കിയായിപ്പോയി. നാളെ സെൻസറിങ്ങാ. പിന്നെ ഉറക്കം വിളച്ചത് തീർത്തു കൊടുക്കണ്ടായ. പടം എങ്ങനെ? പടം കൊള്ളൂല, പക്ഷെ പാട്ട്. വർമാജിയുടെ സംഗീതം കൊണ്ട് തന്നെ പടം നിൽക്കും. പടം നിന്നാ പോരല്ലോ, ഓടണ്ടേ? ഒന്ന് ഉറങ്ങണമെന്നുണ്ട്. ഉറങ്ങട്ടെ. ഇന്നിനി പകല് മുഴുവൻ കിടന്നുറങ്ങും, എന്നിട്ട് രാത്രി തുടങ്ങും തട്ടുമുട്ടും. ഇങ്ങനെ ദിവസവും രാത്രി കളി കൊണ്ടായിരുന്ന ശല്യമില്ലാതെ നമുക്ക് കിടന്നുറങ്ങാം. അതെ അതെ. ഉച്ചക്ക് ലഞ്ചിന് എന്താ കൊണ്ടുവന്നിരിക്കുന്നത്? എന്ത്, നമ്മുടെ ചോറും കൂട്ടാനൊക്കെ തന്നെ. ഞാൻ നല്ല എഗ് സാൻഡ്വിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഓഹോ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേച്ചി. നേരത്തെ എത്തിയോ? ഇന്നലെ 10 മിനിറ്റ് ലേറ്റ് ആയതിന് വീടിന്റെ അടുത്ത് നിന്ന് കിട്ടിയ വഴക്ക് കേട്ടില്ലേ? എന്നാ ഇന്നിന് വാണിംഗ് കാരണം ഉണ്ടാക്കാൻ നേരെ പോയി സീറ്റ് ഇരിക്കും. അത് തന്നെ, അതാണ് ശരി. അപ്പൊ നമുക്ക് 2:30 മണിക്ക് ഇറങ്ങാം. എന്നിട്ട് സിനിമയ്ക്ക് എന്ത് പറയാം? അയ്യോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. 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 സർ ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. Miss Rita, please come here immediately. Okay, sir. ഉണ്ണേ, ആ, നീ പറഞ്ഞത് ശരിയാണ്. അതെന്താ പറയേ? VN Das, വായി നോക്കി ദാസ്. And our consignment from Bombay has not been received in Paris yet. നിങ്ങളെപ്പോലൊരു സ്റ്റെനോവിനെ എനിക്ക് കിട്ടിയത് എന്റെ മഹാഭാഗ്യമാണ്. യു ആർ സോ ലവ്ലി. താങ്ക് യു സർ. നിങ്ങൾക്ക് ഇൻക്രിമെന്റ് ശുപാർശ ചെയ്ത് ഞാൻ എന്റെ ഓഫീസിലേക്ക് എഴുതിയിട്ടുണ്ട്. സർ, അത് ഇന്നലെ പറഞ്ഞതാ. I forgot it. ചോക്ലേറ്റ്. താങ്ക് യു. ഈ ഞായറാഴ്ചകളിലൊക്കെ മിസ് റീത്ത എങ്ങനെയാ സമയം കളയാ? എക്സ്ക്യൂസ് മീ സർ. We should be very prompt in our dealings. സർ, ഇത് ഇന്ന് തന്നെ സൈൻ ചെയ്ത് അയക്കേണ്ടതാണ്. അവിടെ വെച്ചോളൂ. നിങ്ങൾക്ക് പോവാം. I will be coming to Bombay. I will be coming to Bombay. ബോംബെക്ക് വരുന്നോ? ഇല്ല സർ, ഇത് ടൈപ്പ് ചെയ്യട്ടെ. carry on. ഓക്കെ സർ. മിസ് റീത്ത, മിസ് രമണിയുടെ ഡെസ്പാച്ച് രജിസ്റ്റർ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയും. യെസ് സർ. ഇന്ന് തീയതി എത്രയാണ് രാമു? 18. ഓ, ഇനി 13 ദിവസോടും കഴിയണം എനിക്ക് എന്റെ പോക്കറ്റ് മണി കിട്ടാൻ. എന്റെ ഒരു കഷ്ടകാലം. 4 അക്കമുള്ള സംഖ്യ പെൻഷൻ കിട്ടുമെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? 1 രൂപ വേണമെങ്കിൽ അവളോട് ചോദിക്കണ്ടേ? എടാ രാമു, നിനക്കറിയാവോ ഞാൻ സിംഗപ്പൂരായിരുന്നപ്പോ ആരായിരുന്നെന്ന്? രാജാവായിരുന്നു. സാർ ഇത് ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടടാ, ഇനിയും പറയും. ഞാൻ പറയുന്നത് കേൾക്കാനാണ് റോസി നിനക്ക് ശമ്പളം തരുന്നത്. കേട്ടോടാ രാമു, അന്നൊക്കെ ശമ്പളം വാങ്ങിയാലേ
1000 രൂപ ഞാൻ പോക്കറ്റിൽ വെക്കും, ബാക്കിയുള്ളത് റോസിക്ക് കൊടുക്കൂ. അന്നൊക്കെ ബെഡ് കോഫി ഇല്ലേ, വിസ്കിയാണ്, ലഞ്ചാണ് ബ്രാൻഡി, ഈവനിങ് ടീ ജിന്ന്, രാത്രി കോക്ടെയിലാണ്. ആഹാരമില്ലടാ. ഇന്നിപ്പോ പെൻഷൻ കടമാസ് വരെ അവളുടെ കയ്യിലായി പോയില്ലേ. ഒരു പെഗ് അടിക്കാൻ വെക്കുവോ, ഒരു സിഗരറ്റ് വലിക്കാൻ വെക്കുവോ? എന്നെ അവൾ കൊച്ചു കുഞ്ഞിനെ പോലെയല്ലേ കാണുന്നത്. പോരാത്തതിന് ഒരു അലവലാതി ഡോക്ടറെ ഉപദേശം. വന്ന എടുത്തുപോയി. അല്ല, റോസി ഇങ്ങ് എത്തിയോ? ചാർലി നടക്കാൻ പോയോ? ആ. പാല് കുടിച്ചോ? ആ. സിഗരറ്റ് വലിച്ചോ? സത്യായിട്ട് എന്റെ കയ്യിൽ എവിടെ നിന്നാണ് റോസി സിഗരറ്റ് വാങ്ങിക്കാൻ കാശ്? കാശുണ്ടായിരുന്നാലും സിഗരറ്റ് വലിക്കരുത്. ശരീരത്തിന് കേടാണ്. ആ. കമോൺ, മേലൊക്കെ കഴുകിയിട്ട് നൈറ്റ് ഡ്രസ് മാറ്റാം. വാ. റോസി എനിക്ക് ഒരു 20 രൂപ വേണം. വല്ലാത്ത ജലദോഷം, കോൾഡ്. സുഖമില്ലെങ്കിലേ നമുക്ക് ഡോക്ടറെ പോയി കാണാം. അയ്യോ, ഡോക്ടർ കൊള്ളൊന്നുമില്ല. ഒരു 4 ഔൺസ് ബ്രാൻഡി ചൂടുവെള്ളത്തിൽ ഒഴിച്ച് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഒറ്റ ഗൾപ്പിൽ അങ്ങ് അടിച്ചാ മതി. അങ്ങനെ ഇപ്പൊ ജലദോഷം മാറണ്ട. എടാ രാമുവേ, എനിക്കൊരു അബദ്ധം പറ്റിയടാ. എന്നേക്കാൾ മുമ്പേ പെൻഷൻ പറ്റി പിരിയുന്ന ഒരു പെണ്ണിനെ നോക്കി കല്യാണം കഴിക്കേണ്ടതായിരുന്നു. എന്താണ് താടിക്ക്? ഞാൻ സിനിമയ്ക്ക് പോന്നു. അപ്പോ ആ മോളെ മമ്മിയോട് പറഞ്ഞില്ലേ? പറഞ്ഞു ഡാഡി. എന്നാ ധൈര്യമായിട്ട് പോ. ബൈ. ഒറ്റയ്ക്കാണോ? അല്ല, ഫ്രണ്ട്സും ഉണ്ട്. ആ, ടാറ്റാ. ചാർലി, മേലെ വരണ്ടേ? ആ, പിന്നെ 1 2 3 4 ചുരുക്കിന് മുക്കാമുഴം പോട്ടെ മരി കൊഴുന്ന് കബക്കിന് മാട്ടി പൊടിച്ച് വേസ്താകുമാക്കി റസോ മാറി. ആ സുഖം കളഞ്ഞല്ലോ. നമുക്കിന്ന് നിർത്താം. രാജമാണിക്കോ, ഈ സംഗീതം വരുന്നത് ഒരു പ്രത്യേക മൂഡിലാണ്. ആ സമയത്ത് ശല്യപ്പെടുത്തരുത്. 1 2 3 4 വേസ്താകുമാക്കി റസോ മാറി ജമാക്കിറായ വേസ്താകുമാക്കി റസോ മാറി ജമാക്കിറായ വേസ്താകുമാക്കി റസോ മാറി ജമാക്കിറായ വേസ്താകുമാക്കി റസോ മാറി ജമാക്കിറായ. ചുരുക്കിന് മുക്കാമുഴം പോട്ടെ മരി കൊഴുന്ന് ഇതൊരു പരിഹാരം കാണാതെ പറ്റില്ല. പാട്ടും കൂത്തും ബഹളമായിട്ട് മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കില്ല വെച്ചാൽ കേട്ടില്ല എന്ന് വെച്ച് കിടന്നു. സമയത്രയായിരുന്നു? സമയം 12 യവന്മാർക്ക് രാത്രി ഉറക്കമില്ലേ? കേട്ടില്ല എന്ന് വെച്ച് കിടന്നു. നമുക്ക് അവന്മാരെ ഒതുക്കാം. നീ വന്നേ. കടുപ്പിച്ചൊന്നും പറയരുത്. വീട് അവന്റെ ആയി പോയില്ലേ എന്ന് വെച്ച് ആയുഷ്കാലം മുഴുവൻ ഈ ബോർഡ് സഹിച്ചുകൊണ്ട് കഴിയണം. നമുക്ക് അവന്റെ ശിഷ്യനെ രാജമാണിക്കത്തിനെ പിടിച്ചൊന്ന് വരട്ടാം. അത് തന്നെ വാ. വരൂ വരൂ, പാട്ട് കിട്ടുമെന്നായിരിക്കും അല്ലേ? അല്ല വർമാജി, ഞങ്ങൾക്ക് ഉറങ്ങാനെതിരെ. ഉറങ്ങാനിപ്പോ പാട്ട് കൂടിയേ തീരുന്നായി. എന്തായാലും ഇന്നത്തെ ഉറക്കം പോയി. എന്നാ പിന്നെ നമുക്ക് ബോഡി കൂടാ. എന്താ രാജമാണിക്ക് എണീക്കുന്നേ? നാളെ റെക്കോർഡിംഗ് ഉള്ളതല്ലേ, അപ്പൊ ഒന്ന് പോകാന്ന് വിചാരിച്ചു. ഇരിക്കടോ. വാഥ നാളെ റെക്കോർഡ് ചെയ്യാനുള്ളതാ. ട്യൂൺ ഞാൻ ഇട്ട് കഴിഞ്ഞു. പാട്ട് നാളെ റെക്കോർഡിംഗ് തിയേറ്ററിലെ എഴുതി കിട്ടു. സാധനം എങ്ങനെയുണ്ട്? ഉഗ്രൻ. ഞാൻ പോരാട്ടോ. ഉണ്ണി ഉണ്ണി ഇരിക്കൂട്ടി. ഇങ്ങോട്ട് ഇരിക്കണോ? അയ്യോ എന്നെ വിട്, ഞാൻ എന്ത് ചെയ്യാനാ സാറേ? ആഹാ പറയാനുള്ള ആളുണ്ടായാ മതി. മുമ്പൊരു നേരം വെളുക്കുന്ന വരെ ഇരുന്നോളൂ. തൽക്കാലം ഞങ്ങൾ ആഹാന്ന് പറഞ്ഞോളാം. താപോ അന്വേഷിക്കും. സാരമില്ല. എന്തൊരു കഷ്ടമാണപ്പ അത്. ഉണ്ണിയോടാവുമ്പോ പറഞ്ഞാ മനസ്സിലാവൂല്ലോ.
കവിത നന്നായാലേ ഗാനം നന്നാവൂ. ഈയിടെ ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ ട്യൂൺ ചെയ്ത ഒരു സാധനം ഉണ്ട്, കേൾപ്പിക്കാം. സഖി 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 വരുന്നീയൻ കിനാവിലിൻ ശ്രുതി മീട്ടാൻ അതെ, ഇതുപോലെ വേറൊരു പാട്ടുണ്ടല്ലോ. ഉണ്ടല്ലോ. ഏതാ? ഇത് തന്നെ. പഠിക്കേ. സഖി സഖി വരുന്നീ. സഖി സഖി കഭി കഭി ലൈല